ഹലോ! നമുക്ക് ഗ്ലോബൽ വില്ലേജിലൊരു ഫുഡ് സീരീസ് കണ്ടാലോ? മെയിനായിട്ട് ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോകുന്നത് ഇതുപോലെ അടിപൊളി ഫുഡ് കഴിക്കാനും, കുറേ ഗെയിംസൊക്കെ കളിക്കാനും, കുറച്ച് പോലെങ്കിലും ഷോപ്പിങ്ങൊക്കെ ചെയ്യാനാണ് കേട്ടോ. അതിൽ മെയിൻ ഹൈലൈറ്റ് ഈ ഫുഡ് തന്നെയാണ്. വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡ് കിട്ടും. നമുക്ക് തായ്ലാൻഡൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ തായ് കുറേ നല്ല അടിപൊളി ഫുഡ് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റാണ് ഒക്ടോബസ്. പിന്നെ കൂടുതൽ ഞങ്ങൾ കഴിച്ചത് ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ, തായ് വിസ്ഡം എന്നും പറഞ്ഞിട്ട്. അടിപൊളിയായിരുന്നു. ഈ പൈനാപ്പിൾ ഈ ഒരു ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ അയ്യോ, സ്റ്റിൽ എനിക്കതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിലുണ്ട്. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റാണ് സുഷി. മോൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. റോബി ഓക്കെയാണ്, റോബി കഴിക്കും, ഫേവറേറ്റ് അല്ല. പക്ഷേ എൻ്റെയും തക്കരേരെയും ഭയങ്കര ഫേവറേറ്റാണ് സുഷി. പിന്നെ ഈ ഒരു പൈനാപ്പിൾ ആ ഒരു അതിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂഷിയും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെപ്പോഴും കാലിഫോർണിയ റോളാണ് ട്രൈ ചെയ്യാറ്. അടിപൊളിയായിരുന്നു സൂഷി, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് തായി അവരുടെ ആകുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും അങ്ങനെ. പിന്നെ എന്തായിരുന്നു, അത് ഞങ്ങൾ ഫുള്ളായി കഴിച്ചു. പിന്നെ റോബി എപ്പോഴും അവിടെ പോയുമ്പോൾ മേടിക്കുന്ന ഒരു സംഭവമാണ് ഈ വാൾനട്ട്സ്. പിന്നെ ഈ ഒരു ജ്യൂസ് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മിൻറ്റ് ലെമൺ ജ്യൂസായിരുന്നു കഴിച്ച്. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. പിന്നത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഈ ഒരു ഐസ്ക്രീമാണ്. ഇത് തായ്ലാൻഡാണോ കൊറിയ ആണോ ഞാൻ മറന്നുപോയി ആക്ച്വലി. അവരുടെ ഇതൊരു മാംഗോ ഐസ്ക്രീം, എൻ്റെ പൊന്നോ, ഇത് മുമ്പൊരു പ്രാവശ്യം പോയപ്പോൾ ഈ സീസണിൽ തന്നെ ഒരു വട്ടം പോയപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തതാണ് വേറൊരു ഫ്ലേവർ വെച്ച്. പൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ സ്ട്രോബെറിയുടെ അത് കഴിച്ചു. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. ബൈ.